ഹായ്, ഞാൻ അസ്ലം ഹബീബ്. ഞാൻ തൃശ്ശൂർ ഉല്ലൂക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സെൻറ് തോമസ് കോളേജ് തൃശ്ശൂർ നിന്നാണ് പഠിച്ചത്. BSc ഫിസിക്സ് ആയിരുന്നു സബ്ജക്റ്റ്. എൻട്രി ആപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഇൻക്രീസ് ചെയ്യും. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നാച്ചുറലി ഗ്രാജുവലി ആയിട്ട് നമ്മുടെ സ്കോറിലുണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻട്രി ബേസ്ഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എൻട്രിയുടെ ആപ്പിലൊരു 98ഓളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ അതുപോലെ കമ്പനി ബോർഡിൻ്റെ ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആൻസർ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട്സൊക്കെ എടുത്തു വയ്ക്കുമായിരുന്നു. അതിനുശേഷം ഒരു ഫോണിൽ കുറേ സ്ക്രീൻഷോട്ട്സ് ഉണ്ടായിരുന്നു. അത് 2-3 ദിവസം മുമ്പ് തൊട്ട് സ്ക്രോൾ ചെയ്ത് വായിച്ച് നോക്കുമായിരുന്നു. എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമായിരുന്നു. അപ്പോൾ അത് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ എൻട്രി ആപ്പിൽ മാത്രമല്ല, എൻട്രി ആപ്പ് തുടങ്ങുന്നതോടൊപ്പം തന്നെ PSCയിലോട്ട് ആദ്യമായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്വസ്റ്റ്യൻ റാങ്ക് ഫയൽ നോക്കി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെൻസിലാണ് എനിക്ക് ഈ എൻട്രിയുടെ ആപ്പ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്തോറും നമ്മുടെ ഇതിൻ്റെ പഠിക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗിനറായിട്ട് തന്നെയാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു 3 മാസമോ അല്ലെങ്കിൽ ഒരു 6 മാസമാണ് നമ്മുടെ കയ്യിലുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം റാങ്ക് ഫയൽ നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പോസിബിൾ ആവണമെന്നില്ല. റാങ്ക് ഫയൽ പഠിക്കണം. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞാൽ കൺസൈസ് ആണ്. നമുക്ക് എത്ര പോർഷൻസ് എന്ന് കൃത്യമായിട്ട് അറിയാം. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡിഗ്രി ലെവലിൽ ബേസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു 80% ആ മേഖലയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതും ഇതുപോലെ തന്നെ ഇതായിട്ട് ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാത്സിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും പരമാവധി പഠിക്കുക. അതിന് ഇത്തരം ആപ്പുകൾ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഉള്ള ഒരുപാട് നല്ല ചാനൽസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഹെൽപ്പ് മാക്സിമം ഉപയോഗപ്പെടുത്തുക.